ഞാൻ പാഴ്വസ്തുക്കളെ കൊണ്ട് കരവിരുതുകൾ ചെയ്യാൻ തുടങ്ങിയിട്ട് 20 വർഷത്തോളമായിട്ടുണ്ട്. അപ്പോൾ കോഴിമുട്ട മാത്രമല്ല ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്, കാടമുട്ട, താറാമുട്ട, അങ്ങനെ പലതിനും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ പേര് മാരിജാൻ, തൃശ്ശൂർ വലിയ പാലം സ്ഥലം. ഞാൻ പാഴ്വസ്തുക്കളെ കൊണ്ട് കരവിരുതുകൾ ചെയ്യാൻ തുടങ്ങിയിട്ട് 20 വർഷത്തോളമായിട്ടുണ്ട്. അത് നമ്മൾക്കൊന്ന് കാണാം. ഇത് പലതരം കമ്പുകൾ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നമ്മൾ പുളിയുടെ കമ്പാണ് കേട്ടോ, നമ്മൾ കോൽപ്പുളി എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ കമ്പാണ്. ഇതൊക്കെ നല്ല സ്ട്രോങ് ആണ്. ഇത് മൈലാഞ്ചി കമ്പാണ്. ഒരു പാഴ്വസ്തുവായിട്ട് ഉപയോഗിക്കാം മൈലാഞ്ചി കമ്പ്. ഷെല്ല് വർക്കുകൾ, സിൽക്ക് പൊടി, ഫെവിക്കോൾ തേച്ച് നമ്മൾ സിൽക്ക് പൊടി വെതറിയാൽ അതാണ് ഇത്. ഫെവിക്കോൾ തേക്കുക, ഇട്ടാകുമ്പോൾ സിൽക്ക് പൊടി വെതറുക. അപ്പോൾ കോഴിമുട്ട മാത്രമല്ല ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്, കാടമുട്ട, താറാമുട്ട, അങ്ങനെ പലതിനും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ ഇരിഞ്ഞാലക്കുട റെസ്റ്റോറൻറ്റിലായിരുന്നു. അപ്പം അന്ന് എനിക്ക് മുട്ടത്തോടുകളൊക്കെ അവിടെ നിന്ന് ദിവസം പ്രതിമം കൊണ്ടുവരും, മയോണക്സിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ മുട്ടത്തോടുകൾ നമ്മൾ കൊണ്ടുവന്നത് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഞാനത് ഉപയോഗിക്കുക. പിന്നെ ഇതിൻ്റെ ലീഫുകൾ, നമ്മൾ ഈ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ പ്ലേറ്റ് ഉണ്ടല്ലോ, അതാണ് ലീഫായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുമ്മ ഫെവിക്വിക്ക് പശ ഒരു തുള്ളിച്ചിച്ച് അതുമ്മ മുട്ടത്തോട് വെച്ചാൽ അതുമ്മ പ്രസ് ചെയ്ത് നിൽക്കും. പിന്നെ പെയിൻറ്റിങ് ആയതുകൊണ്ട് അത് നല്ല സ്ട്രോങ് ആണ് മുട്ടത്തോട്. ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇത് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ 3000-ലേറെ മുട്ടത്തോടുകൾ ചെയ്തതിൽ ആകെ കൂടെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളത് 17 മുട്ടത്തോടെ ഉടഞ്ഞു പോയിട്ടുള്ളൂ. അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആകെ 17 എണ്ണം. അത്രയ്ക്കും ക്ഷമയോടെയും അത്ര ശ്രദ്ധയോടെയാണ് ഞാൻ ഇത് ചെയ്യാറുള്ളത്. ആദ്യമായിട്ട് ഞാൻ ചെയ്തതാണ്, ഫസ്റ്റിൽ ചെയ്തതാണ് ഈ സ്കെച്ച് കൊണ്ട് വരച്ചിട്ടൊരു ബൊക്ക സെറ്റ് ചെയ്തത്. ഈ കാണുന്നത് കുപ്പികളുമ്മ ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വരച്ച് അതുമ്മ സിൽക്ക് പൊടി തന്നെയാണ് അതുമ്മ കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം വരച്ച് ചെയ്യുന്ന ഡിസൈൻ വർക്കുകൾ തന്നെയാണിത്. മൈലാഞ്ചി കമ്പുമ്മ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കോഴിയാണ്. ഇത് വെൽവെറ്റ് തുണി, നമ്മുടെ സെറ്റുകളുടെ ഒക്കെ തുണി ഉണ്ടാവുമല്ലോ, അത് വെട്ടിയിട്ടാണ് ഈ കോഴിനെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷികളൊക്കെ ഞാൻ ചട്ടക്കടലാസുമലാണ് വരച്ച് നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ പക്ഷികളാണ് ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 5ാം ക്ലാസ് തൊട്ടൊക്കെ ഞാൻ വരയ്ക്കാനും ഇതിനൊക്കെ ഞാൻ ഒരുപാട് ചെറിയ ചെറിയ കലകളൊക്കെ ചെയ്യാറുണ്ട് 5ാം ക്ലാസ് തൊട്ട് തന്നെ. അപ്പോൾ അതുപോലെ ചെയ്തിട്ടുള്ളതാണ് ഈ പക്ഷികൾ. അടുത്തതായിട്ട് ഞാൻ 2 വർഷത്തോളമായിട്ട് മണവാട്ടികളെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ജ്യൂസിൻ്റെ കുപ്പി, ഐസ്ക്രീമിൻ്റെ ബോൾ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ കാണുന്ന ഫ്ലവറുകളൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് 20 വർഷത്തോളമായിട്ടുണ്ട്. സോക്സ്, കമ്പി, റോള്, പിപ്സ്, ഇതുപയോഗിച്ചാണ് ഫ്ലവറുകൾ ചെയ്തിട്ട്. ഒരു ഫ്ലവർ തന്നെ കമ്പി ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പല തരത്തിലുള്ള ഫ്ലവർ ഉണ്ടാക്കാം. ഇത് 4 ഐറ്റാണ് ഫ്ലവർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് വിവിധ തരത്തിലുള്ള ഫ്ലവർ ഉണ്ടാക്കാം. കമ്പി വളച്ചു, അതുമ്മ സോക്സ് ചുറ്റി, പിന്നെ ഇത് അടിയിലൊരു നൂല് കൊണ്ട് നമ്മളിത് കെട്ടണം. നൂല് കുറച്ച് ചുറ്റി അത് കെട്ടി, നൂല് ചുറ്റുക. പിന്നെ അതിനെ നമ്മൾ ഈ സോക്സ് ബാക്കി വരുന്നതിന് നമ്മളത് വെട്ടിയെടുക്കുക. അപ്പോൾ ഫ്ലവറിൻ്റെ ഇതളുകൾ 2 എണ്ണം, ഇനി അടുത്തതായിട്ട് ഒരെണ്ണം കൂടെ വെക്കുക. അപ്പോൾ ഒരു ചെറിയ ഫ്ലവറായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പിപ്സ് വയ്ക്കാം. പിപ്സ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുണ്ടാക്കിയ ഇതിൽ വയ്ക്കുക. ഇനി ഇതിന് നൂലുകൊണ്ട് കുറച്ച് കണ്ട് ചുറ്റി കഴിഞ്ഞ് കുറച്ച് മതി, കുറച്ച് നൂലെടുത്ത് ചുറ്റുക. ഇങ്ങനെയൊന്ന് വരത്തിയാൽ ചെറിയൊരു ഫ്ലവർ ആക്കി. ഇനി ഇതുമ്പോൾ നമ്മൾ റോള് ചുറ്റിയാണ്. ഇനിയിപ്പോൾ ഈ ഫ്ലവർ ഇത് എൻ്റെ വലത്തെ കയ്യിലിരിക്കുന്നത് ഈ ഫ്ലവറിൻ്റെ പോലെ വരും. ഇതുപോലെ ആയിരിക്കും നമ്മൾ ചെയ്തു വരുമ്പോൾ. അതിൻ്റേതായ ഭംഗിയും വളരെ നീറ്റായിട്ട് നമുക്ക് ചെയ്യാം. ഇത് നമ്മൾ സോക്സൊക്കെ ഉപയോഗിച്ച് അതിൽ വേസ്റ്റ് വരുമല്ലോ, ആ പീസ് വരില്ലേ. അപ്പോൾ നമ്മൾ കളയുകയാണ്, ആ പീസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാതെ. അപ്പോൾ അത് വേസ്റ്റാക്കി കളയണ്ടല്ലോ നമുക്ക്, അതും നമുക്ക് ഇതിൽ ഉപയോഗപ്പെടുത്താം ഇത് ചെയ്ത് കഴിഞ്ഞാൽ.